ലോകത്ത് യുദ്ധമില്ലാതാവണമെങ്കിൽ സ്ത്രീ പുരുഷ ജാതിമത ഭേദമന്യേ സർവർക്കും പരമരസികൻ വരട്ടുചൊറി വരണം. ചൊറിയുന്നിടത്ത് മാന്തുന്നതിനേക്കാൾ സമാധാനപൂർണമായ ഒരു ആനന്ദവും ലോകത്ത് വേറെയില്ല. ബേപ്പൂർ സുൽത്താൻ ഒന്നും ഇമ്മിണി വലിയ ഒന്നെന്ന് പഠിപ്പിച്ച ചിന്തിപ്പിച്ച മലയാളികളുടെ പ്രിയ കഥാകാരനാണ് ഇത് പറഞ്ഞത്. ഇന്ന് ലോകത്തൊരു യുദ്ധത്തിന്റെ കാർമേഘം നിറഞ്ഞു നിൽക്കുമ്പോൾ ബഷീർ വർഷങ്ങൾക്ക് മുമ്പ് നമ്മോട് പറഞ്ഞ ഈ വാക്കിന് വലിയ അർത്ഥമുണ്ട്. ഒറ്റ ദിവസം കൊണ്ട് വെനസ്വലൻ പ്രസിഡന്റിനെയും ഭാര്യയെയും തട്ടിക്കൊണ്ടുപോയി തുറങ്കലിലടച്ച് ലോക പോലീസ് ചമയുകയാണ് അമേരിക്ക. മറ്റു പല രാജ്യങ്ങൾക്കെതിരെയും അമേരിക്ക ഇത്തരത്തിൽ ഭീഷണി മുഴക്കിയിട്ടുണ്ട്. ഇന്ന് ലോകമെമ്പാടും യുദ്ധക്കെടുതിയിലാണ്. വർഷങ്ങൾക്ക് മുമ്പ് നാസിപ്പടയെ ഭയന്ന് ഒളിവിൽ പോയ ആൻ ഫ്രാങ്ക് എഴുതിയ പുസ്തകം നമുക്ക് ഇന്നും ഓർമ്മയുണ്ട്. ആൻ ഫ്രാങ്കിന്റെ ഡയറി കുറിപ്പുകൾ നമ്മളെ ഏറെ ചിന്തിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്തതാണ് ആൻ ഫ്രാങ്കിന്റെ ഡയറി കുറിപ്പുകൾ. അത്തരത്തിൽ നമ്മെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന പുതുതലമുറയ്ക്ക് നല്ല മനുഷ്യരെ വാർത്തെടുക്കുന്ന ഒട്ടേറെ പുസ്തകങ്ങളുടെ കലവറയാണ് നിയമസഭ ഒരുക്കിയ ഈ പുസ്തകോത്സവം. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും, വായിച്ചാൽ വിളയും, വായിച്ചില്ലേൽ വളയും എന്ന് പറഞ്ഞത് കുഞ്ഞുണ്ണി മാഷാണ്. എത്ര അർത്ഥവത്താണ് ആ വരികൾ അല്ലേ? പഠനം ക്ലാസ് മുറികളിൽ മാത്രം നടക്കേണ്ടതല്ല. വായന പാഠപുസ്തകങ്ങളിൽ മാത്രം ഒതുങ്ങേണ്ടതല്ല. വായനയുടെ വിശാല ലോകത്തേക്ക് നമ്മൾ സഞ്ചരിക്കണം. ഞങ്ങളുടെ ജെൻസി തലമുറയും വായന ഇഷ്ടപ്പെടുന്നുണ്ട്. അതിന് തെളിവാണ് ഈ പുസ്തകമേളയിലെ കുട്ടികളുടെ പങ്കാളിത്തം. എൻ്റെ പേര് അപർണ. ഞങ്ങൾ വരുന്നത് പത്തനംതിട്ട ജില്ലയിലെ റാന്നി താലൂക്കിൽ നിന്നാണ്. ഞങ്ങളിവിടെ ട്രൈബലിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ 7 പഠനമുറിയിലെ കുട്ടികൾ ഇവിടെ നിയമസഭ കാണാൻ വന്നിട്ടുണ്ട്. ഞങ്ങൾ PMSHS ഇളങ്കൂർ മഞ്ചേരി മലപ്പുറം ഭാഗത്തുനിന്ന് വരികയാണ്. ഞങ്ങൾ നിയമസഭ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോഴാണ് ഇവിടെ പുസ്തക ഉത്സവം നടക്കണത് കണ്ടത്. അപ്പോൾ ഇത്രയും വലിയൊരു ഉത്സവം ഞങ്ങൾ കണ്ടിട്ടില്ല. ഇത് പുതിയൊരു അനുഭവമാണ്. വളരെ നല്ലൊരു അനുഭവമായിരുന്നു. ഒട്ടകങ്ങൾ വരി വരി വരിയായി, കരിക്ക മരങ്ങൾ നിര നിര നിരയായി. എൻ്റെ പേര് രചന രമേശ്. ഞാൻ നിയമം UPSലാണ് പഠിക്കുന്നത്. 5ാം ക്ലാസ്സിലാണ്. ഞാൻ ആദ്യമായിട്ടാണ് നിയമസഭാ പുസ്തകോത്സവത്തിന് വരുന്നത്. എനിക്ക് ഇവിടെ വെച്ച് കുറേ പുതിയ പുസ്തകങ്ങളെക്കുറിച്ച് പരിചയപ്പെടാൻ പറ്റി. 1-2 പുസ്തകങ്ങൾ വാങ്ങാൻ പറ്റി. ഒരു പുതിയൊരു അനുഭവമായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. നിരത്തുകളിൽ കാണുന്ന ഡബിൾ ഡെക്കർ ബസ് നമ്മൾക്ക് മനോഹരമായ ഒരു കാഴ്ചയായിരുന്നു. നേരത്തെ സിറ്റി ബസ്സിൽ കയറിയിട്ടുണ്ടോ? ഡബിൾ ഡെക്കർ ഒരു മഹാവിരുദൻ വന്നല്ലോ, പടയിടുവാൻ തുനിഞ്ഞല്ലോ, വാശിയവനേറെയുണ്ടല്ലോ. മറ്റ് ലോകോത്തര വിവരങ്ങളും ഇന്നത്തെ സമൂഹത്തെ കുറിച്ചും ഒക്കെ നമുക്ക് പുസ്തക വായനയിലൂടെ അറിവ് നേടാൻ കഴിയും. അപ്പനും അമ്മയ്ക്കും ഒക്കെ അറിയായിരിക്കും. അപ്പോൾ നിയമസഭ കാണാൻ നിങ്ങൾക്ക് അവസരം കിട്ടി.